പിന്നെയും തോൽവി. അവനെന്നെ എങ്ങോട്ട് പോകുന്നു? ഒരാൾ കൂടി ബാക്കിയുണ്ട്. പഴയ കളി അവസാനിച്ചു. വീണ്ടും കരുക്കഴിഞ്ഞെത്തി. ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ടെർബോ. അപ്പോൾ ടെർബോ എന്ന മൂവിയെക്കുറിച്ച് ആദ്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ വൈശാഖ് ഡയറക്റ്റ് ചെയ്ത്, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത്, മിഥുൻ മാനുവൽ തോമസ് റൈറ്റ് ചെയ്ത ഒരു അടിപൊളി ആക്ഷൻ സിനിമയാണ് നമ്മുടെ ടെർബോ. ഇതിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം എന്ന് പറയാനാണെങ്കിൽ അതൊരു ടെർബോ ജോസ് എന്നൊരു കഥാപാത്രമാണ്. ഒരു ടിപ്പിക്കൽ ഇടുക്കിക്കാരൻ എന്നൊരു കഥാപാത്രമാണ്. അതൊരു തല്ലും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കഥാപാത്രം. അങ്ങനെ വലിയ കാശുള്ള ടീമൊന്നുമല്ല, എന്നാലും കുറച്ച് അടിയും ബഹളവും ഒരു ജീപ്പിലൊക്കെ നടക്കുന്നൊരു കഥാപാത്രമായിട്ടാണ് പുള്ളിൻ്റെ അകത്ത് വരുന്നത്. അതിന് നമുക്ക് മൂവിയുടെ പോസിറ്റീവ് സൈഡ്സിലേക്ക് കിടക്കാം. മൂവിയുടെ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. അപ്പം ഇത് ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ എന്ന രീതിയിൽ ഇറക്കിയൊരു മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലയിടങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിലുള്ള ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു പറയാനാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. പിന്നീട് കാർ ചേസ് ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. അത് നല്ല ഓളം വെക്കാനുള്ള ഒരു ടൈപ്പ് തന്നിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ എഡിറ്റർ ഷബീർ മുഹമ്മദ് നല്ല പക്കയായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ആ ഒരു നമ്മുടെ ഫൈറ്റ് സീൻസൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ ആകുന്നുണ്ട്. പിന്നെ വിഷ്ണു ശർമ്മ സിനിമാറ്റോഗ്രഫി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ക്രിസ്റ്റോ സേവ്യർ, ബീജിയംസ് ഒക്കെ അത്യാവശ്യം വളരെ നല്ല ഡെപ്തായിട്ട് എനിക്ക് തോന്നി. കൂടെ തന്നെ നമ്മുടെ രാജ്ബി ഷെട്ടിയുടെ ബീജിയം ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. എനിക്ക് മമ്മൂട്ടിയേക്കാളും ഇഷ്ടപ്പെട്ട രാജ്ബി ഷെട്ടിയുടെ ബീജിയമാണ്. അത് അടിപൊളിയായിരുന്നു. മമ്മൂട്ടിയുടെ ബീജിയമിനൊക്കെ ഒരു എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വണ്ടി ഇങ്ങനെ ടെർബോ ഇടത്തില്ല വണ്ടിയുടെ ആ ഒരു ലെവലിൽ ബീജിയം ഉണ്ട്. അതങ്ങോട്ട് വർക്കൗട്ട് ആയെന്ന് വെച്ചാൽ എനിക്കത്ര പേഴ്സണലി വലിയ ഇഷ്ടം തോന്നിയില്ല. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട രാജ്ബി ഷെട്ടിയുടെ ബീജിയമാണ്. അത് അടിപൊളിയായിരുന്നു. പുള്ളിയുടെ വെട്രിവേൽ മുരുകൻ എന്നൊരു പക്ക ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു. പുള്ളി അറിയാവുന്നവർക്കറിയാം. ടുഡ്ബി എന്ന് പറഞ്ഞൊരു തെലുങ്കോടുണ്ട്, അതിനകത്ത് നായന പുള്ളി ഒരു വേറെ ലെവൽ. ആ പടം കണ്ടവർക്ക് പുള്ളി അറിയാം, അല്ലാത്തവർക്ക് അറിയില്ലെന്ന് അറിയത്തില്ല. ഒരു അടിപൊളി ഒരു വില്ലനായിട്ട് തന്നെ ഇതിൻ്റെ അത് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇത്രയൊക്കെയാണ് എനിക്കൊരു പോസിറ്റീവ് സൈഡ്സ് ആയിട്ട് തോന്നിയത്. മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, റൈറ്റർ, പിന്നെ വൈശാഖിൻ്റെ ഡയറക്ഷൻ, ഇത്രയൊക്കെ ഒരു പോസിറ്റീവ് സൈഡ്സ് ആയിട്ട് തോന്നി. ഇനി നെഗറ്റീവ് സൈഡ് പറയാം. കേട്ട് മറന്നൊരു കഥ. ഫസ്റ്റ് ഭയങ്കര ലാഗായിരുന്നു ഫസ്റ്റ് ഹാഫ്. ലാഗ് എന്ന് പറഞ്ഞാൽ എന്തുവാടെ ഇത് എന്നുള്ള രീതിയിൽ തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ പോലീസ് ഫൈറ്റോട് കൂടി കഥ അങ്ങ് മാറുവാണ്. പിന്നെ ഇത് മാസിൻ്റെ മരണമാസമായി. പിന്നെ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവന്നു സിനിമയ്ക്കകത്ത്. അതൊക്കെ വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ ടൈലൻറ്റും കൊള്ളായിരുന്നു. ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ചാൻസ് ഇവിടെ സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട് വൈശാഖ്. അതൊന്ന് ശേഷം പറയാൻ പറ്റും. എന്താണത്, ഇതൊരു ആവറേജിന് മുകളിലുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റിനെ വൈശാഖ് തൻ്റെ സ്വതന്ത്രമായ രീതിയിൽ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം വൈശാഖിൻ്റെ ഒരു സ്ലോ മോഷൻ ഉണ്ട്, ടിപ്പിക്കൽ സ്ലോ മോഷൻ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ല ഇമ്പോർട്ടൻ്റ്, പ്രത്യേകിച്ച് ഫൈറ്റുകൾക്കിടയിൽ അത് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ മിഥുൻ മാനുവൽ തോമസിൻ്റെ ബാക്കിയുള്ള ഒരു റൈറ്റിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയുടെ ഇതും വൈശാഖിൻ്റെ ഡയറക്ഷനാകുമ്പോൾ വേറെ ലെവല് തലത്തിലേക്ക് കൊണ്ടുവന്നൊരു പടം ആകുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എനിക്ക് ആവറേജിന് മുകളിലായിട്ടാണ് പടം തോന്നിയത് പേഴ്സണലി. ഇനി അഭിനയ പ്രകടനങ്ങൾ എടുത്തു നോക്കാം. മമ്മൂട്ടി ആസ് എ ടെർബോ ജോസ്, മമ്മൂട്ടി കുഴപ്പമില്ല, ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ഫൈറ്റ് കൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അഞ്ജന ജയപ്രകാശ് ഇന്ദുലേഖ ഒരു നായികയാണ് പുള്ളിക്കാരത്തി ഒരു മെച്യൂർ കഥാപാത്രമാണ്. ഒരു
മെച്യൂരിറ്റി ഒക്കെ കാണിക്കേണ്ട ഒരു ഫീൽ ചെയ്യേണ്ട കഥ, അത് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ രാജ്വി ഷെട്ടി വില്ലൻ, പുള്ളിയാണ് എനിക്ക് മമ്മൂട്ടിക്കാരും കൊച്ചൊരു ഹൈപ്പായിട്ട് തോന്നിയത്, കൊള്ളായിരുന്നു പുള്ളി. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ബിന്ദു പണിക്കറിൻ്റെ ചില കോമഡീസ് ഒക്കെ ഉണ്ട്. മാർവൽ കണ്ടിട്ട് പക്ക മാർവലൊക്കെ കാണുന്ന ഒരു അമ്മച്ചിയാണ് പുള്ളിക്ക്, നമ്മുടെ മമ്മൂട്ടിയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. ഈ മാർവൽ സിനിമകളും കോമിക്സും ഒക്കെ കാണുന്ന ആളാണ്. പുള്ളിക്കാരത്തിൽ ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. നല്ല സീരിയസ് ആയിട്ട് പോകുന്ന സമയത്ത് പുള്ളിക്കാരത്തിൻ്റെ ഒരു കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കുറച്ചൊക്കെ അല്ലേ ചിരിപ്പിച്ചത്, നല്ല രീതിയിൽ ചിരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ശബരീഷ് വർമ്മ ഒരു സീരിയസ് കഥാപാത്രമാണ് ഇതിൻ്റെ അത് ചെയ്യുന്നത്. ജെറി എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത്. കുഴപ്പമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ പുള്ളിയാണ് സിനിമ കൊണ്ടുപോകുന്നത്. പുള്ളിയുടെ ഇതിലൂടെയാണ് സിനിമയുടെ തലം മാറുന്നത്. അപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ദിലീഷ് പോത്തൻ ടിപ്പിക്കലായ ഒരു സാധാ ഒരു മീഡിയം പണക്കാരൻ എന്ന ലെവലിലൊരു കഥാപാത്രമാണ്. പിന്നെ സുനിലിനെ നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കഥാപാത്രം. മാസൊന്നുമില്ല, ഒരു കോമഡി പീസ് ആക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പറയാതിരിക്കും, പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, അതൊന്നും പറയാതിരിക്കും. പിന്നെ ജോണി ആൻ്റണിക്ക് വലിയ രീതിയിൽ അങ്ങനെ അഴിഞ്ഞാടുള്ള കഥാപാത്രമൊന്നും കൊടുത്തിട്ടില്ല, ഉള്ള പുള്ളി നല്ല വൃത്തിക്കായിട്ടുണ്ട്. പിന്നെ അമീന നജീം പുള്ളിക്കാരത്തി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്തിനോ വന്നേക്കണോ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് വലിയ റോൾ ഇല്ല സിനിമയ്ക്ക്. അത് അവിടെ ഇവിടെയൊക്കെ നായകൻ്റെ കൂടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ പറഞ്ഞ കബീർ ദാസ് സിംഗ്, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വില്ലൻ്റെ വലങ്കയാണ് പുള്ളി. കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു പുള്ളിക്കൊരു ആറ്റിറ്റ്യൂഡൊക്കെ തോന്നി, ഒരു ക്രീം സ്പെസർ എന്നൊക്കെ തോന്നി പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക്. പിന്നെ പറഞ്ഞത് നിരഞ്ജന അനൂപിനൊരു മെച്ചുറായ ഒരു കഥാപാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അത് കൊള്ളായിരുന്നു. പിന്നെ നമോ നാരായണൻ പുള്ളി ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യനായിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പം അതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ്. ഇനി പറയാനാണെങ്കിൽ ഈ മൂവി ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫാൻസിന് വേണ്ടിയുള്ള മൂവിയാണ്. ഒരു മാസ് ത്രില്ലർ രീതിയിൽ ഇറക്കിയിരിക്കുന്ന മൂവിയാണ്. അങ്ങനെ ചോദിക്കാനാണെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായ കഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമല്ല. ഇതിനു മുമ്പ് ഇത് ഇറങ്ങിയിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇതുപോലത്തെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇതുപോലത്തെ കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഫാൻസിന് ഇഷ്ടപ്പെടും, അറുമാദിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാണാൻ പറ്റിയ സിനിമ. ഫാമിലി എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലിക്ക് ഇഷ്ടപ്പെടില്ല. ഇത് യൂത്ത്, മമ്മൂട്ടി ഫാൻസ് അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല, അല്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. എന്താണ് ഇനി മൂവി കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാവറേജ് മുള്ള മൂവിയാണ്, കണ്ടിരിക്കാം. അങ്ങനെ വലിയ വാവ് ഫാക്ടർ ഒന്നുമില്ല, പക്ഷെ കാണാം, അത്രേ ഉള്ളൂ പറയാനുള്ളൂ. അപ്പം മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ, 1 ലൈഫ് 1 ഡ്രീം 1 ഫാഷൻ. താങ്ക് യു.